അപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ടുപോലെ ഇഷാൻ്റെ ബർത്ത്ഡേ കണ്ടിട്ടൊന്ന് അപ്പോൾ അതിന് പോകാനുള്ളൊരു പരിപാടിയായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ധനലക്ഷ്മി ബ്രാഞ്ച്, അതായത് എൻ്റെ പാർട്ട്ണറാണ് കേട്ടോ. അപ്പോൾ യാത്രയ്ക്ക് പോലെ സെൻ്റൊക്കെ അടിച്ചൊന്ന് മണപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മണത്തു, എല്ലാവരും ഒന്ന് മണപ്പിച്ചു വിട്ടു. ഇഷാൻ്റെ മുഖത്ത് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. എന്തോ സംഭവം എവിടേക്കോ പോകുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ടയർ കുറച്ച് വീക്കാണ്, എന്തായാലും പോയിട്ട് വരുന്നു വിചാരിക്കണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തു. പുതിയൊരു വണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വണ്ടി കയറി ഇരുന്നപ്പോഴാണ് ഞാൻ വെള്ളം നോക്കണതിൻ്റെ കാര്യം ഓർത്തത്. 2008 ഇൻഡിഗോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തുറന്നു നോക്കി എന്തായാലും നന്നായി, കാരണം തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ മോഡലുള്ള വണ്ടികളിലൊക്കെ നമ്മൾ വെള്ളം നോക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഞാൻ എൻ്റെ ഭാര്യയും പാടെ മാസമായിട്ട് കാർ കയറിയിരുന്നു. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഇഷാൻ്റെ ഫേവറേറ്റ് പാട്ടാണ് വേടൻ്റെ യായി പറഞ്ഞൊരു പാട്ട്. അപ്പോൾ അത് എവിടെ പോകുമ്പോഴും വെക്കാറുണ്ട്. അങ്ങനെ അവൻ റിക്വസ്റ്റ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചു. പൊതുവേ നമ്മൾ ഈ സ്ഥലക്കച്ചവടം ബ്രോക്കർമാരൊക്കെ പൊതുവേ അമ്പലവിശ്വാസികളായിരിക്കും. കാരണം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ എല്ലാ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. ഇവൻ്റെ പേര് ഇഷാൻ എന്നാണ്. പിന്നെ നമ്മളൊരു പിറന്നാൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പാടെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഓണത്തിൻ്റെ ഡ്രസ്സ് ഈ കൂട്ടത്തിൽ അങ്ങോട്ട് എടുത്താൽ എൻ്റെ ചിലവും കുറച്ച് കുറയും. ഇന്ന് നമ്മുടെ വീടുകളും സ്ഥലങ്ങളും കാണാനൊക്കെ വേണ്ടി കുറച്ച് ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സീനിയറായ ഒരു 1-2 ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വരാൻ പറ്റാത്തതിൽ എല്ലാവരും ഒന്ന് ക്ഷമ ചോദിക്കുന്നു. കോയമ്പത്തൂർ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡുകളൊക്കെ നല്ല മനോഹരമായ റോഡുകളാണ് കേട്ടോ. അതൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ യാത്ര പൊതുവേ നമുക്ക് തമിഴ്നാട്ടിലോട്ടുള്ള യാത്ര റോഡ് ഭയങ്കര കംഫർട്ടായിരിക്കും. നമ്മളവിടെ നേരെ പോയത് കല്യാൺ 99ലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് വിലക്കുറവിൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോയത്. സാധാരണ നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോകാറ്. അപ്പോൾ ഒരു ചേഞ്ചും കൂടി ആയിക്കോട്ടെ, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 99ൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പോണ വഴിക്ക് കണ്ടു. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു മൂഡിലാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കലും കൂടി ഇതിൽ ഒപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ മൊത്തത്തിലൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആടിത്തുള്ളി എല്ലാവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അത് സംഭവിച്ചത്. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ബില്ലിങ്ങനെ പടപടപടായിട്ട് വന്നു. അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് നമുക്ക് കാണിച്ചു തരാം. അവൾക്ക് ഇനിയും മതിയായിട്ടില്ല. അത്യാവശ്യം ചെറിയൊരു ബില്ലായിട്ടുള്ളൂ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ബില്ലാണ്. 5695 കേട്ടോ ബില്ല് വന്നത്. പിന്നെ ഞങ്ങൾ സദ്യ അവിടെ നിന്ന് കഴിച്ചു. വിശപ്പിൻ്റെ അധികം മൂലം സദ്യയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വേഗം ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇഷായോഗ എത്തണം. അങ്ങനെ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ കടലിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അതേപോലെ തന്നെ ബില്ലും നമുക്ക് കുറച്ച് റീസണബിളായിട്ടാണ് തോന്നിയത്. അപ്പോൾ പാലക്കാടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കടലൊക്കെ ഒന്ന് കണ്ട തന്നെയാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയും കൂടിയാണ്. അങ്ങനെ അവിടെ നിന്ന് സദ്യയും കഴിഞ്ഞ് ഒരു ബീഡ കെട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. ഊണ് കഴിഞ്ഞൊരു ഉറക്കം ഇഷാന് പതിവുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇഷാനൊന്നും ആലോചിച്ചില്ല, ഫുഡ് കഴിച്ചു, നേരെ കയറി കടന്നു. ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു മയക്കത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ മധുരമുള്ളൊരു മറ്റേ ഫ്രൂട്ട് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇഷാനിലേക്ക് വിട്ടു. പോണ വഴിക്ക് ഇതുപോലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം 3 മണി 4 മണി ആ ഒരു ടൈമായിട്ടോ. കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അപ്പോൾ തൊഴുതലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ അതോ ലേറ്റ് ആകുമോ എന്നുള്ളൊരു ആശങ്ക നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇഷാനിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല നമ്മൾ തമിഴ് സിനിമയിലെ കന്നഡ സിനിമയിലൊക്കെ സെറ്റിട്ട പോലെ ഒരു നല്ലൊരു ഫീലുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. റോഡൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റോഡും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നി. കാരണം വീടുകളൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താം എന്നൊരു ആലോചന. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട്.
എന്തായാലും നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പ്രാവശ്യം എല്ലാവരും ഒന്ന് കയറണം. നമ്മൾ പോയപ്പോൾ അവിടെ ഉമ്മറത്ത് തന്നെ കുറേ പശുക്കളെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാളകളെ ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കാളകൾക്ക് മറ്റേ ആഹാരം കൊടുക്കുന്നത് ഒരു വഴിപാട് പോലെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിപാടല്ല, എന്തായാലും അതൊരു രസമുള്ള പരിപാടി തോന്നി. അങ്ങനെ ഞാനും എൻ്റെ പാർട്ട്ണറും രണ്ടുപേരും ഓരോരോ ഉരുള വീതം നമ്മുടെ കാളകൾക്ക് സമർപ്പിച്ചു. അവരത് നന്ദിയോടെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു രസം തോന്നി. കുറേ കാലത്തിന് ശേഷമാണ് പശുവിന് ഇങ്ങനെ കൊടുക്കാനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആശ്രമം കാണാനുള്ള അവിടേക്ക് നടന്നു കേട്ടോ. അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചെറിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പുറത്ത് സ്ഥാപിച്ച ശിവലിംഗം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ കഴുത്തിൽ മാല പോലെ കാണുന്നത് രുദ്രാക്ഷം, കുറേ രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയ ഒരു മാലയാണ്. അത് നമ്മൾ അടുത്ത് മുമ്പ് അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. ഫുള്ള് കാറ്റാണ്, അതുകൊണ്ട് നല്ലൊരു റീഫ്രഷ് നമുക്ക് തോന്നും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. എല്ലാവർക്കും സെപ്പറേറ്റ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ക്യാമറമാൻ ആയതുകൊണ്ട് എന്നെ നല്ല രീതിക്ക് ഇവരെല്ലാവരും മുതലാക്കി. ഇഷാൻ എന്തായാലും ഭയങ്കര ഹാപ്പി കേട്ടോ. എന്തായാലും ഇഷാൻ്റെ പിറന്നാളിന് അവൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. നല്ല രസമുള്ളൊരു താമരപ്പൂണ്ട് കേട്ടോ ഉമ്മറത്ത്. ഇവിടെയാണ് നമ്മളിവിടെ കുറച്ച് നേരം ധ്യാനിച്ചിരിക്കണം, നല്ല ഒരു പവറാണ്. അപ്പോൾ ഇവിടെ ഒരു ശിവലിംഗത്തിലൊരു പൂജയുണ്ട്, അത് ഇവിടുത്തെ ഒരു വഴിപാട് പോലെയാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് അവിടെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയേറെ രുദ്രാക്ഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു മാലയാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറയണത് കേട്ടത് 1 വർഷം കഴിയുമ്പോൾ ഇത് അഴിച്ചിട്ട് ഇത് നമുക്ക് ഓരോരോ ആൾക്കാർക്കും തരും. ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രുദ്രാക്ഷം. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു, അതിന് ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു രുദ്രാക്ഷമാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശിവലിംഗത്തിൻ്റെ ചുറ്റുഭാഗം നമ്മൾ നടന്ന് കണ്ടു. അത്യാവശ്യം കാണാനുള്ളത് തന്നെയാണ്, അതിമനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. രാത്രി ഇവിടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട്, അതും കൂടി കണ്ടിട്ടേ നമ്മളിവിടുന്ന് പോവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആശ്രമത്തിലേക്ക് ഏകദേശം ഒരു 200 മീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നടക്കാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു കാളവണ്ടി യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാളവണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് രസമുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇഷാൻ ആദ്യമായിട്ടാണ് കാളവണ്ടിയിൽ കയറുന്നത്. ഇഷാന്ന് മാത്രമല്ല, ഒരു കുട്ടികളെല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് കാളവണ്ടിയിൽ കയറുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കാളവണ്ടിയിൽ കയറുന്നത്. അപ്പോൾ എന്തായാലും അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ഓപ്പോസിറ്റ് കാളവണ്ടിയൊക്കെ വരുന്നു, അതൊരു വേറൊരു ഫീല് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡല്ല. നമ്മുടെ ക്യാമറയും സാധനങ്ങളും എല്ലാം നമ്മളിവിടെ വെക്കണം. ഈ കാണുന്നൊരു ഡെപ്പോസിറ്റ് സെൻ്റർ ഉണ്ട്, അവിടെയാണ് നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത്. പക്ഷേ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ, നമുക്കതിന് കാശൊന്നും മേടിക്കുന്നില്ല. ആശ്രമത്തിൻ്റെ മുൻവശത്തായിട്ട് ഇങ്ങനൊരു ശിവലിംഗം ഉണ്ടാക്കി. അപ്പോൾ എന്തെങ്കിലും ഉള്ളത്തെ കാഴ്ചകൾ വന്നിട്ട് നമുക്ക് പുറത്തെ ലൈറ്റിംഗ് ഷോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സാധാരണ മറ്റേ സ്ഥലക്കച്ചവടം മാത്രമല്ലേ ഇതിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങനെ മാത്രമായിട്ടൊരു ബോറടി വേണ്ടെന്നും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ പിറന്നാളായതുകൊണ്ട് എന്നും ഒരു ഓർമ്മയായിട്ട് അതവിടെ കിടക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. അത്രയേറെ ആശ്രമത്തിൽ കാണാനുണ്ട്. ആശ്രമത്തിൻ്റെ ഉള്ളിലൊരു കുളമുണ്ട്, അവിടെയൊക്കെ കുളിക്കുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. അവിടുത്തെ ഒരു എനർജി എന്തായാലും ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാവരും ഷൈവൊക്കെ പോകണം. ഈ ലൈറ്റനിങ് പരിപാടി നടക്കുന്നത് രാത്രി ഒരു 7:15 ആ ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോഴേക്ക് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയാം. എന്തായാലും ഒരു 7:15 സ്റ്റാർട്ട് ചെയ്യും. ഒരു 7:30 7:45 ഏകദേശം അരമണിക്കൂറോളം ഉണ്ട്. നല്ല ഗംഭീര പ്രോഗ്രാമാണ്, അത് കാണണം. അപ്പോൾ നമ്മുടെ വീണ്ടും ഗംഭീരമായിട്ട് സ്ഥലക്കച്ചവടവും കാര്യങ്ങളായിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ മോൻ്റെ പിറന്നാളാണ്, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ ഇഷായോഗത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്ക് രാത്രി ആയതുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ ഹോട്ടൽ മുറി വെച്ച് തന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കേക്കൊക്കെ മുറിച്ച് കേക്കും കഴിച്ച് ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 10-12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെങ്ങാതെ ഞങ്ങളുടെ വീട് ഞങ്ങളവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. സ്ഥലക്കച്ചവടം പോകാതെ മുന്നോടുകൂടി നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, ലൈക്ക് ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.